ബീഹാറിലെ ജനവിധി നാളെ അറിയാം. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അവസാനവട്ട കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലം എന്നാണ് എൻഡിഎയുടെ വിലയിരുത്തൽ. അതേസമയം തന്നെ എക്സിറ്റ് പോളുകൾക്ക് വിപരീതമായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. വോട്ടെടുപ്പിന് ശേഷം പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ എൻഡിഎക്ക് മികച്ച വിജയം പ്രവചിച്ചിരുന്നു. വിവരങ്ങളുമായി ബീഹാറിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, നാളെ ബീഹാറിന്റെ ജനവിധി അറിയുകയാണ്. എൻഡിഎക്ക് സാഹചര്യങ്ങളെല്ലാം തന്നെ അനുകൂലം എന്നിരിക്കെ എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് ജിഷ്ണുവിലേക്ക് പോവുകയാണ്. ജിഷ്ണു ബീഹാറിൽ തയ്യാറാണ്. ബീഹാറിന്റെ വിധി അറിയുന്ന ദിവസമാണ് നാളെ. ജിഷ്ണു, എന്തായാലും എൻഡിഎക്ക് വലിയ പ്രതീക്ഷയാണ്. സാഹചര്യങ്ങളെല്ലാം തന്നെ അനുകൂലമാണ് എന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണി എന്തെങ്കിലും ട്വിസ്റ്റിനി അവസാന ഘട്ടത്തിലെങ്ങാനും സംഭവിച്ചാലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. എന്ത് സംഭവിക്കും ജിഷ്ണു ബീഹാറിൽ? രാഖി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബീഹാറിൽ ഇരുമുന്നണികളും പ്രതീക്ഷയിലാണ്. നേരത്തെ സാഹചര്യങ്ങളും ഒപ്പം എക്സിറ്റ് പോളുകളും പ്രചാരണ രംഗത്ത് മേൽക്കൈയും കൊണ്ട് എൻഡിഎ വലിയ ശുഭപ്രതീക്ഷയിലാണ്. മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച നേടുമെന്ന പ്രഖ്യാപനമാണ് എൻഡിഎയുടെ നേതാക്കളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. മികച്ച പോളിംഗ്, സ്ത്രീ വോട്ടർമാരുൾപ്പെടെ കൂടുതലായും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് എൻഡിഎക്ക് അനുകൂലമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം ഇനിയൊരിക്കലും ജംഗിൾ രാജിലേക്ക്, ലാലു പ്രസാദിന്റെയും RJDയുടെയും ജംഗിൾ രാജിലേക്ക് മടങ്ങിപ്പോകാൻ ബീഹാറിന്റെ ജനത ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഉയർന്ന പോളിംഗ് ശതമാനം എന്ന കണക്കുകൂട്ടലും വിലയിരുത്തലുമാണ് എൻഡിഎ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം BJP, LJP, JDU, HIM ഘടകകക്ഷി നേതാക്കളുടെ യോഗം ചേർന്നിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ എൻഡിഎ നേതൃയോഗം ചേർന്നിരുന്നു. സംസ്ഥാന തലത്തിൽ അതിൽ മികച്ച വിജയമുണ്ടാകും എന്ന വിലയിരുത്തൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഒപ്പം രാഖി ചൂണ്ടിക്കാട്ടിയതുപോലെ അവസാന നിമിഷത്തിലെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി മഹാസഖ്യം. അതിൽ RJD മികച്ച പ്രകടനം നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവർക്ക് വ്യക്തമായ വോട്ട് ബാങ്ക് ബീഹാറിനകത്തുണ്ട്. 60-നടുത്ത് സീറ്റുകൾ RJD നേടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പരമ്പരാഗത യാദവ വോട്ടുകൾ RJDക്കൊപ്പം നിൽക്കും. കൂടാതെ ഭരണമാറ്റം, കഴിഞ്ഞ 20 വർഷമായി ബീഹാറിനെ നിതീഷ് കുമാർ ഭരിക്കുകയാണ്. അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ RJD അതിശക്തമായ പ്രചാരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ സഖ്യം പരിശോധിക്കുമ്പോൾ RJD മാത്രമല്ല, അവിടെ കോൺഗ്രസും ഇടതു പാർട്ടികളുമുണ്ട്. രണ്ട് പാർട്ടികൾക്കും, ഇടതു പാർട്ടികൾക്കും കോൺഗ്രസിനും വേണ്ടത്ര ജനപിന്തുണ നേടിയെടുക്കാനോ പ്രചാരണത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനോ, പ്രത്യേകിച്ച് രാഹുൽ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, വോട്ട് ചോരി ആരോപണം, അത് മുന്നണിയെ ദോഷമായി ബാധിച്ചിട്ടുണ്ടോ എന്ന് വേണം വിലയിരുത്താൻ. ബീഹാറിന്റെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനക്ഷേമ പദ്ധതികളോ ബീഹാറിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾക്കപ്പുറത്തേക്ക് അതൊന്നും ചർച്ച ചെയ്യാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ടായിരുന്നു രാഹുലിന്റെ പ്രചാരണം മുൻപോട്ട് പോയത്. അതിനെതിരെ ഒരു പരിധി കടന്ന് RJD രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിന്റെ വിഷയമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന് തേജസ്വി യാദവ് പോലും പരോക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. അത്തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചിരുന്നില്ല. റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഒന്നാം ഘട്ടത്തിൽ 65%, രണ്ടാം ഘട്ടത്തിൽ 68% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബീഹാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 25 വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച പോളിംഗ്, ഏറ്റവും റെക്കോർഡ് പോളിംഗ് എന്ന് നമുക്കതിനെ വിലയിരുത്താം. അതുകൊണ്ട് ഉയർന്ന പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകുമെന്ന അവസാനഘട്ട കണക്കുകൂട്ടലിലാണ് മുന്നണികളുള്ളത്. എൻഡിഎ ശുഭപ്രതീക്ഷയിലാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 160 സീറ്റുകൾ വരെ എൻഡിഎ നേടും എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. 243 അംഗ നിയമസഭയിൽ 122 എന്നതാണ് ഭരണം നേടുന്നതിനുള്ള മാജിക് നമ്പർ. അത് ആര് കടക്കും, ഏത് മുന്നണി അത് നേടും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഏതായാലും നാളെ രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണുക. പിന്നീട് ഒരു ആദ്യത്തെ 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ വളരെ കൃത്യമായി ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കഴിഞ്ഞ തവണ 2020 വൈകിട്ടോടു കൂടിയാണ്, ഏകദേശം 6 മണിക്ക് ശേഷമായിരുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് ഫലം. അത്രയധികം വിശാലമായൊരു സംസ്ഥാനമാണ്. കൂടാതെ സുരക്ഷാ ക്രമീകരണങ്ങൾ, വളരെ കൃത്യമായിട്ടുള്ള വോട്ടെണ്ണൽ. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ തവണ വോട്ടെണ്ണലിലും അതിൻ്റെ ഫലപ്രഖ്യാപനവും വളരെയധികം വൈകിയിരുന്നു. ഇത്തവണ
മുഴുവൻ ക്രമീകരണങ്ങളും വോട്ടെണ്ണുന്നതിനുള്ള ഫലപ്രഖ്യാപനത്തിനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ളതും ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ബീഹാറിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന മേഖലകൾ, കൂടാതെ ഉത്തർപ്രദേശും പശ്ചിമ ബംഗാളുമായി സംസ്ഥാന അതിർത്തി പങ്കിടുന്ന മേഖലകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ കർശന പരിശോധനകൾ നടത്തുന്നുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രത്തിലും ഒപ്പം ബീഹാറിന്റെ പൊതു ഇടങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലൊരു കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ബീഹാർ നാളെ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. നിർണായകമായ ഫലപ്രഖ്യാപനം, ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനമാണ് നാളെ വരാനിരിക്കുന്നത്. രാഖി. ശരി ജിഷ്ണു, എന്തായാലും നാളെ രാവിലെ 10 മണിയോടുകൂടി ബീഹാറിലെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഒപ്പം തന്നെ NDAയുടെ വലിയ പ്രതീക്ഷ, ശുഭപ്രതീക്ഷയാണ്. ഒരു അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണി എന്തെങ്കിലും ഇനി ഒരു ട്വിസ്റ്റ് സംഭവിച്ചാലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലുമാണ്. എന്തായാലും സമഗ്ര കവറേജുമായി ജനം TV നാളെ പ്രേക്ഷകർക്കൊപ്പം രാവിലെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്.